ഹായ് എല്ലാവർക്കും നമസ്കാരം ആൻഡ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ അധികവും നിങ്ങൾ ക്യാപ്ഷനും തമ്മിലൊക്കെ കണ്ട് നെട്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. സോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഓരോന്നായിട്ട് ഞാനിങ്ങനെ വിശദമായിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഷിങ്കുവിനെ കുറിച്ച് ഇവിടെ സംസാരിക്കണം. അപ്പം അത് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് കമൻറ്റ് ബോക്സിൽ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം തുടങ്ങിയ ചോദ്യത്തിന് ഒരു ഉത്തരമാണ്. കുറേ പേര് അതിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നമ്മളത് വിശദീകരിച്ച് പറയാം. ഷിങ്കു റഷ്യയിൽ പഠിച്ച കാര്യം എല്ലാവർക്കും അറിയാം. അവിടെ MBBS കഴിഞ്ഞാണ്. അപ്പം പുറം രാജ്യങ്ങളിൽ MBBS പഠിച്ച കുട്ടികൾ ഇന്ത്യയിലോട്ട് തിരിച്ചു വരുമ്പം ഇവിടുത്തെ ലൈസൻസ് എക്സാം എഴുതണം. അതിനാണ് FMGE എന്ന് പറയാം. അത് എല്ലാ വർഷവും 2 തവണയായിട്ട് ഉണ്ടാവും. സോ ഷിങ്കു കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഇത്തവണത്തെ ജനുവരിയിൽ. അപ്പം എന്തോ ഒരു അൺലക്കി കാരണം നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പം ആദ്യ അറ്റംപ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇനി നമ്മൾ രണ്ടാമത്തെ അറ്റംപ്റ്റിലോട്ട് വേണം നോക്കാൻ. ഈ എക്സാം ആരും ചെറുതായിട്ട് കാണരുത്. നമ്മളിപ്പോൾ UPSC എക്സാമൊക്കെ എഴുതുന്ന പോലെ തന്നെയാണ്. ഭയങ്കര ടഫാണ് ഈ ഒരു എക്സാം. സോ അറ്റംപ്റ്റ് കിട്ടാത്തതിനാൽ നമ്മൾ എന്താക്കുന്നു, ഷിങ്കുവിന് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അടുത്തതായിട്ട് ഞാൻ എന്നെക്കുറിച്ച് 2 വാക്കുകൾ പറയാം. അതായത് ഞാനിപ്പം യൂട്യൂബിലൊന്നും അധികം വ്ളോഗോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഈ ചാനലല്ല പറയുന്നത്, യാസീൻ വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ മെയിൻ ചാനലുണ്ട്, യാത്ര. അതിൽ ഞാൻ വിശദമായിട്ടൊന്നും വീഡിയോസ് ചെയ്യുന്നില്ല. അതുപോലെ യാസീൻ വ്ളോഗ്സ് ഫാമിലിയിലും വിശദമായിട്ടൊന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാര്യത്തിന് വേണ്ടി പുറകിൽ നടന്നിട്ടാണ് ഇതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റാതിരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ കണ്ടിട്ട് ഞാൻ കോഴിക്കോടിലോട്ട് താമസം മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാനും ഷിങ്കുവും ഇപ്പോൾ 1 മാസമായിട്ട്, കഴിഞ്ഞ ഫെബ്രുവരി 5-നോ 6-നോ 7-നോ ആണ് ഞങ്ങൾ ഇവിടുന്ന് കോഴിക്കോടിലോട്ട് താമസം മാറിയത്. സോ ഇനി കുറച്ച് കാലം എൻ്റെ ബിസിനസ് ഒന്ന് പച്ച പിടിക്കുന്നത് വരെയും ഷിങ്കുവിൻ്റെ എക്സാം കഴിയുന്നവരെയും നമ്മൾ കോഴിക്കോടായിരിക്കും താമസം. ആ സമയത്ത് നമ്മൾ വ്ളോഗൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര റഷിലായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നത്. നമ്മൾ കോഴിക്കോട് കുന്നമംഗലത്താണ്. നമ്മളെവിടെ താമസം എന്നുള്ളത് എക്സാക്റ്റ് ലൊക്കേഷൻ ഞാൻ പറയുന്നില്ല. സോ അന്ന് ഉപ്പച്ചി ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ചെറിയൊരു പാല് കാച്ചൽ പോലത്തെ ഒരു ചടങ്ങൊക്കെ നടത്തിയിരുന്നു അല്ലേ? ഉമ്മയാണ് പാല് കാച്ചൽ നടത്തിയത്. പാല് കാച്ചിയ എന്തോ ഒരു ചെറിയൊരു വിഷ്വലുണ്ട് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പാല് കാച്ചൽ? നമ്മൾ മാത്രം വെറുതെ ഒരു പാല് വെച്ച് അന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് എന്തോ ഒരു ദേഷ്യത്തില്ല. ഞാൻ കുറേ പറഞ്ഞില്ല. ഞാൻ എൻ്റെ ബിസിനസ്സിൽ കുറച്ച് പൈസ ഇറക്കിൻ്റെ ആ സമയത്ത് കുറച്ച് ലോസ് കാര്യങ്ങളൊക്കെ വരും. വരുമ്പം നമുക്ക് ടെൻഷനായിരിക്കും, വീഡിയോയിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബിസിനസ്സിൽ ഇറക്കിയ പൈസയിൽ കുറച്ച് ലോസ് വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താക്കും, ടെൻഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലേ ഒന്നും നടക്കില്ല. ആ സമയത്തൊക്കെ ആയിരുന്നു ഇവിടുന്ന് അങ്ങോട്ടുള്ള താമസം മാറ്റവും ഇതൊക്കെ. അതുകൊണ്ടാണ് പെട്ടെന്നുള്ളൊരു താമസം മാറ്റം നമ്മൾ അങ്ങോട്ടേക്ക് മാറിയത് അല്ലേ? വേറെ എന്താ പറയുള്ളൂ? എങ്ങനെയുണ്ട് ഞങ്ങൾ വീട്? പിന്നെ ഇവിടെ വന്നാൽ മുന്നിൽ ഇറങ്ങിയ ടോക്കിയോ, ബേക്കിൽ ഇറങ്ങിയ പൂച്ചയാണ്. അപ്പോൾ പഠിക്കുന്നില്ല. മെയിൻ പ്രശ്നം അതാ. അപ്പം ഇന്നിപ്പോൾ 3 ദിവസമായി ഞങ്ങൾ വന്നിട്ട്. അവള് ബുക്ക് തുറന്നൊക്കെ എനിക്കറിയില്ല. അപ്പം ഇവിടെ മുന്നിൽ ഇറങ്ങിയ പൂച്ച, ബേക്കിൽ ഇറങ്ങി അല്ല ആദ്യത്തെ ദിവസം തുറന്നൊക്കെ. പക്ഷേ ഇപ്പൊ അവിടെ ഇരുന്നിട്ട് ഷിങ്കു നല്ലോണം പഠിക്കുന്നുണ്ട്. എന്നാലും ഇടക്കൊന്ന് വിളിക്കും ഇങ്ങോട്ട്, എന്റെ പൂച്ചാനെ കാണിക്കുക, ടോക്കിയോനെ കാണിക്കാൻ വേണ്ടി. അപ്പം ചെടിയും വാങ്ങി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ചെടിയും കുത്തിരിക്കുമെന്ന് അറിയൂല. അപ്പം ഞാനവിടെ ചെറിയൊരു റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനെന്നും രാവിലെ അങ്ങോട്ട് പോക്കാണ്. ഷിങ്കു പഠിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ അവിടുത്തെ ഹോം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചൊക്കെ തരാം അടുത്ത വീഡിയോയിൽ. ഇന്നിപ്പോൾ ഞങ്ങളിതാ പുരയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇന്നലെ നോമ്പുറക്ക് ഇവിടെ വന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഇവിടെ 3 ദിവസം ഉണ്ടായിരുന്നു. ഗിഫ്റ്റൊക്കെ കിട്ടി. എങ്ങനെയുണ്ട്? സൂപ്പർ ഗിഫ്റ്റായിരുന്നു. ഇന്നിപ്പോൾ ഷിങ്കു എന്തൊക്കെയോ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ എനിക്കറിയില്ല. അത് മുരിങ്ങക്കോല്, അത് ഭാവിൻ്റെ അവിടെ ഉണ്ടായ മുരിങ്ങക്കോല്, അത് ഇതൊക്കെ. പിന്നെ ഷിങ്കു 3 ചെടി വാങ്ങിയിട്ടുണ്ട്. എന്തൊരു പക്ഷെ ഷിങ്കു ഒരു മണ്ടത്തരം കാണിച്ച് ചെടി നനച്ച് രാവിലെ നനച്ച് ആയി. വരൂ ഉപ്പച്ചി ഇല്ല ഇവിടെ. ഉപ്പച്ചി ബസ് പോയി. എപ്പോൾ എടുക്കാം. സോ ഗൈസ്, പെട്ടെന്ന് ഇവിടെ കുറച്ച് ഗസ്റ്റുകൾ വന്നു. അപ്പോൾ പെട്ടെന്ന് വീഡിയോ കട്ട് ചെയ്യേണ്ടി വന്നു. നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും കയറി നമുക്ക് അവർക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമുണ്ടോ ഇല്ലയെന്ന് അറിയില്ലല്ലോ.
പെട്ടെന്ന് നമ്മൾ എടുത്തിട്ടില്ല. അപ്പം ഞങ്ങളെന്തായാലും പോവുകയാണ്. അപ്പോൾ ഓര് പറഞ്ഞു ഓരോരുത്ത് വണ്ടിയില്ല, ഓരോന്ന് ടൗണിൽ ഇറക്കി കൊടുക്കാൻ. അപ്പോൾ നമ്മളെന്തായാലും പോവുകയാണ്. അപ്പോൾ ഓരോന്ന് ടൗണിൽ ഇറക്കി കൊടുക്കണം. ഒരു താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്, താഴെന്ന് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ പാക്കിങ് പെട്ടെന്ന് അത് വേണം അതൊക്കെ എടുത്ത് വണ്ടിയിൽ ഇട്ടോ ശിങ്കു. ഇപ്പോൾ ചെടിച്ചട്ടി നീ ഇത് പിടിക്കേ, ഞാൻ എടുത്ത്. ചെടിച്ചട്ടി കവറിലൊന്നും ഇട്ടിട്ടില്ല. ഇന്ന് ചളി വെക്കുവോ? ഇതിങ്ങനെ വെക്ക്, അപ്പൊ ഇതിവിടെ മണ്ണ് കിട്ടൂല. ഒരു വൃത്തിയില് പിടിക്കും. ചടിച്ചട്ടിയാണ് അതൊക്കെ. എന്താ കുട്ടികളെ പിടിക്കണൊക്കെ പിടിക്കണം. കവറിലിടണോ പറഞ്ഞാല്? അതിന് വലിയ കവറുണ്ടോ? എന്നാ താട്ട് കവർ കേട്ട്. ഇതില് ചാണകാണിത്. അത് ചകിരിച്ചോറാണ്, ചാണകമൊന്നും ഇല്ല. എന്റെ ശിങ്കു ഇങ്ങനെയൊന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത് ഇങ്ങനത്തെ ചാണകം ഉണ്ടായിരുന്നു. നല്ല വണ്ടി. ഞാൻ അത് പറഞ്ഞത് കോഴിക്കോട് നിന്ന് മേടിച്ചു തരാം. ഇതെങ്ങനെ മയിലേക്ക് കൊള്ളുക ഒന്നില് നടക്കൂല. ഇത് വണ്ടിയിലായാല് അപ്പൊ എന്റെ സ്വഭാവം മാറും. അതുവരെ ഇപ്പൊ ഞാനൊന്നും പറയില്ല. ഈ വണ്ടി ഇതിപ്പം എല്ലാരും കാണാനാ. വണ്ടീന്ന് എങ്ങനെ ഈ ചെടിച്ചട്ടി മറിഞ്ഞ പോണേക്ക് എല്ലാം ചോരത്തു കൂടെ പറയും. ഞാൻ 100 വട്ടം പറഞ്ഞ് ഈ ചെടിയൊക്കെ അവിടെ കിട്ടും, 10 ഉറുപ്പ്യ കൊടുത്താൽ മതി. അടുത്തതോ ഉള്ളിക്കൊന്നും വെക്കൂല. ഇവിടെ തന്നെ വെക്കണ ചാണകാണ്. ചാണകം ഞാൻ വേറൊക്കെ സഹിക്ക. ചാണകൊക്കെ ഞാൻ ഉമ്മയും ഓളും ജനിച്ച പോലെ തന്നെ ഞാനും ജനിച്ച് നാട്ടില് വളരണേ. വാ വീഡിയോ ഇങ്ങോട്ട് പണ്ട്. ഗൈസ് ഇത് ചാണകമല്ല എന്നാണ് ഇവര് പറയണത്. ഒന്ന് സൂം ചെയ്ത് പിന്നെ ചാണകം കവർ കെട്ട്. അത് വണ്ടി പൊന്നുപോലെ നോക്കണവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഈ പൊന്നു പോലെ ഇത്രയും വൃത്തിയുള്ള ചെടി ശരിക്കും പറഞ്ഞ ഈ വണ്ടി കേറ്റാൻ വള ബെൻസില് കൊണ്ടുപോകണം. ആ താട്ട് അല്ല ഞാനിതാക്കിക്കോളും, കട്ട് ചെയ്തോളും. നോക്ക കോമഡി ആണെങ്കിൽ. സോ ഗൈസ് ദാ ലോകത്തിലെ ഏറ്റവും ചെറിയ മിനി ഫോൺ. നീ സംസാരിച്ചിട്ട് കാര്യമില്ല, കേക്കൂല. ഇതൊക്കെ എന്താണ്? നീ എന്താ എടുക്കാനുള്ളത്? ഒന്നും എടുക്കാനില്ലല്ലോ. ഉമ്മ ഒന്ന് വേഗം. കുന്നമംഗലം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് നഴ്സറിയാ ഇത് വാങ്ങാനുള്ളത്. തട്ട് അതുമല്ല, ഇത് ഫ്ലാറ്റിൽ എവിടെ വെക്കുന്നാണ് എനിക്കറിയാത്തത്. നോക്കാം നമുക്ക്. കയറിക്കോ. രണ്ടാൾക്കാരോട് ബൈ പറയണ്ട. ഒന്ന് പൂച്ച ഞാനില്ല ഒരു വെയിറ്റ് ചെയ്യാണ്. വേഗം പോയിട്ട് വാ. ഇല്ലല്ല വന്നിട്ട് കാണാം. സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് വന്നിട്ട് പൂച്ചിനെ കാണിച്ചു കൊടുക്കാം. ഞങ്ങള് വ്ളോഗ് എടുക്കാതായിട്ടേ വ്ളോഗ് എടുത്ത് തുടങ്ങിയ കാര്യം മറന്നു പോയിക്കണ്. സോ ഞങ്ങളിപ്പോ താമരശ്ശേരി എത്താനായി. ഇവിടെ എത്തിയപ്പോഴാണ് വ്ളോഗ് എന്നുള്ള കാര്യം തന്നെ ഓർമ്മ വന്നത്. അപ്പൊ നമ്മള് പോരേന്നെല്ലാം ഇറങ്ങി. പിന്നെ ഇപ്പൊ ഇവിടെ എത്തി, താമരശ്ശേരി എത്തി. ഇനി നമ്മള് നേരെ ഇപ്പൊ 5:15 ഇപ്പൊ 6 മണിയാകുന്നതിന് പുറത്തെത്തും. നോമ്പറക്കാനൊക്കെ ടൈമുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ നമ്മളൊന്ന് പുറേ പോയിട്ട് ഹോം ടൂർ ഒന്നും കണ്ടല്ലോ. നമുക്കൊന്ന് ബിൽഡിംഗ് കാണിച്ചാലോ? ജസ്റ്റ് ബിൽഡിംഗ് പേര് കാണിക്കരുത് കേട്ടോ. നമ്മൾ എവിടെ നിക്കണെന്നുള്ള
ആ എന്താ പ്രശ്നം? എന്തിനാണ്? അത് കുഴപ്പമൊന്നുമില്ല, അത് പ്രശ്നമൊന്നുമില്ല. ഞാൻ കാണിച്ചു, ഞാൻ പറഞ്ഞു കേട്ടോ ഗൈസ്. നമ്മളെ കാണാൻ ആൾക്കാർ വരുന്നു വിചാരിച്ചിട്ട് അല്ല ശിങ്കു, ഒരു പ്രൈവസി മാറ്റർ. ബാക്കിയുള്ളവർക്കും അവിടെ കുറേ ആൾക്കാരുള്ളതല്ലേ, അതുകൊണ്ടാണ് നമ്മളങ്ങനെ കാണിക്കാത്തത്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. സോ ഫൈനലി ഞങ്ങളെ സെക്കൻഡ് ഹോമായ കുന്നമംഗലം എത്തിയിരിക്കുകയാണ്. ഇതാണ് കുന്നമംഗലം ടൗൺ. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ പോയാൽ നമ്മൾ എവിടെ എത്തും? കോഴിക്കോട് ടൗണിലെത്തും. കോഴിക്കോടേക്ക് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എടുത്തത്. കാരണം കോഴിക്കോടായി കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ്, എന്നും പുറത്തിറങ്ങിയ റഷ്യ. ടൗണിൽ ബ്ലോക്കിൽ കുറേ നേരം നിൽക്കണ്ടേ. മാത്രമല്ല എനിക്ക് മെഡിക്കൽ കോളേജിന്റെ അടുത്താണല്ലോ പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇതിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളത് ഇനിയൊരു 1.5 കിലോമീറ്ററിൽ നമ്മൾ നമ്മളെ റൂമിലെത്തും. ഭയങ്കര കൺജസ്റ്റഡ് കേട്ടോ. ഇവിടെ വൈകിട്ടായാലും ഒരു ബ്ലോക്കാണ്. ചില ദിവസങ്ങളിലൊടുക്കത്തെ ബ്ലോക്കാണ്, ചില ദിവസത്തിൽ കുഴപ്പമില്ല. ഓക്കെ നമ്മളെ ബസ് സ്റ്റാൻഡും കാര്യങ്ങളും. അവിടുന്ന് നേരെ വന്ന ബസ് സ്റ്റാൻഡാണ്. പുച്ചുമ്മൊക്കെ വന്ന് ഒരു പ്രാവശ്യം വന്നിട്ട് ഇവിടെ നിന്നാണ് കയറിപ്പോയത് ഫസ്റ്റ് വന്നപ്പോൾ. നമ്മളെ ടൗണിൻ്റെ അവിടെ എത്താറായിട്ടോ അല്ലേ? നല്ല സൺസെറ്റ് ഉള്ള ടൗൺ, സൺസെറ്റ് വ്യൂ ഉണ്ട്. പിന്നെ അവിടെ IIM ആണോ? IIM ഞാനും IIM എന്നാ. എല്ലാരും അങ്ങനെ തന്നെ IIM, പക്ഷെ IIM ആണ്. അല്ല മെഡിക്കലാ, മാനേജ്മെന്റ്. ഓടുന്നു മെഡിക്കൽ എങ്ങനെയാവാ? അത് മെഡിക്കൽ കോളേജ് അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് IIM. ഇതാ കാണുന്ന നീല ബോർഡില്ലേ, ആ വലിയ കവാടാണ് IIM, ഗ്രേറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെയല്ല, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതാ. നമ്മളെ സ്ഥലത്തി ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇതിലാണ് നമ്മളെ താമസം. ഓക്കെ, ഇതിലാണ് എടുക്കാൻ അറിയില്ല ഗൈസ്. ഇതാണ്, ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇതിൽ ഏതിലാന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇതിലാണ് നമ്മൾ ഉള്ളത് അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. ബാക്കി റൂമിൽ എത്തിയിട്ട് കാണാം അല്ലേ? അത് ഹോം ടൂർ ഇട്ടുണ്ട്, പിന്നെ എടുക്കാം. ഇതാട്ടോ നമ്മളെ പാർക്കിംഗ് ഗൈസ്. ഇവിടെയാണ്. ചെടിച്ചട്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ വീണ്. ചളിയായില്ലേ മൊത്തം? എവിടെ ഒരു തുള്ളി ചെടി കാണിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളെ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ റൂമിൽ നിന്നുള്ള വ്യൂ. ഹോം ടൂർ വേറെ ഒരു ദിവസം കാണിച്ചു തരാം. അതാണ് കുന്നമംഗലം ടൗൺ കേട്ടോ ഗൈസ്. ഇതാണ് നമ്മളെ ടൗൺ വരുന്നത്, കുന്നമംഗലം. ഈ ഒരു ബിൽഡിംഗ് ഇല്ലേ, ആരും ഇല്ല ഗൈസ് അവിടെ. ഒരു ചെക്കിങ്ങും പിന്നെ 2 തിയേറ്ററും, വലിയൊരു മാളാണത്. നേരെ ഇവിടെ ഇതാണ് IIM. ഓരോ ഇതാണ് എന്താണ് കോളേജും യൂണിവേഴ്സിറ്റി ഫുള്ള് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. കഴിഞ്ഞ ചോനെ സൂപ്പർ ഉത്സവമായിരുന്നു, ഫുള്ള് പടക്കം പൊട്ടിക്കലൊക്കെ ആയിട്ട് ഭയങ്കര രസം. ഇതിങ്ങനെ റോഡ് കേട്ടോ. ഇതിലേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ മുണ്ടിക്ക് താഴത്തെത്തും. അവിടുന്ന് മെഡിക്കൽ കോളേജ് ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ഉള്ളു ഗൈസ്, അത്ര അടുത്താണ്. അയൽവാസികൾ ഏതൊക്കെയോ അടുത്തൊക്കെ അയൽവാസികളുണ്ട്, ചിലരൊന്നും അയൽവാസികളില്ല ഗൈസ്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. സോ ഇതാണ്. ഇനി നമ്മൾ നോമ്പ് തുറക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. സോ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഞാൻ നൈറ്റ് വ്യൂ കൂടി ഇവിടെ നിന്നുള്ള കാണിച്ചു കേട്ടോ. സോ ഗൈസ്, വീഡിയോ എൻഡ് ചെയ്യണം. പിന്നെ ഞാൻ നിങ്ങളോട് നൈറ്റ് വിഷ്വൽ കാണിച്ചു തരാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് വന്നാണ്. നൈറ്റ് ടൈം ഇതാണ് വ്യൂ കേട്ടോ. രാത്രി 10 മണിയായി. ഇവിടെ ലൈറ്റ് കിടണമെങ്കിൽ 11 മണി കഴിയണം. അവിടെ എന്തോ ഫുട്ബോൾ ഗ്രൗണ്ട് എന്തോ ഉണ്ട് കേട്ടോ. നല്ലൊരു പുഴയുണ്ട് അവിടെ, കിടലൻ. അപ്പം അങ്ങനെ കണ്ടോ, ഫുള്ള് വെളിച്ചം. ഫോണിലാണ് വെളിച്ചം കൂടുതൽ, നമ്മൾ കണ്ണുകൊണ്ട് ഇത്ര വെളിച്ചമില്ല കേട്ടോ. ഇതാ ഞാൻ നേരത്തെ കാണിച്ചു തന്ന നമ്മുടെ
കുന്നമംഗലം ടൗണാണ്. യെസ്, ടൗൺ ഈസ് ഹിയർ. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ. എൻ്റെ സൗണ്ട് ചിലപ്പം പോയും കുറഞ്ഞും ഇരുന്നുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂം ചെയ്യുമ്പം സൗണ്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്യും ഫോൺ, അങ്ങനെ. അപ്പം ഈ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യിക്കുകയാണ്. വേറെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നാളെ വരാം.